കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്നതായ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ മനുഷ്യൻ അനുഭവിക്കുന്ന വിവിധ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഇതിൻ്റെ നടുവിൽ പലപ്പോഴും മനുഷ്യൻ വളരെയധികം നിസ്സഹായരായിട്ട് ദൈവത്തോട് ആത്മഗതം ചെയ്യാറുണ്ട്. അവർ പറയുന്നു, ദൈവമേ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നീ ഇതൊന്നും കാണുന്നില്ലേ? നീ ഇതൊന്നും അറിയുന്നില്ലേ? ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നാം നിരവധി ഭാഗങ്ങളിൽ അതേ ആശയം വരുന്നതായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ദൈവം കണ്ടു. പലപ്പോഴും അവർ ചിന്തിച്ചു, ദൈവമേ, നീ ഞങ്ങളുടെ ഉഴൽച്ചകളെ അറിയുന്നില്ലയോ? പക്ഷേ ദൈവം അതെല്ലാം കണ്ടവനായ ദൈവമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നതായ പല ദുരന്തങ്ങളും പല പ്രയാസങ്ങളും അവരുടെ ആത്മീക ജീവിതമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, നിങ്ങളുടെ ആത്മീക ജീവിതമായി ഇതിന് ബന്ധമുണ്ട്. ഞാൻ ഈ കാര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദപുസ്തക വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ഇസ്രയേലിലെ വളരെ ജ്ഞാനിയായ രാജാവായിരുന്ന ശലോമോനോട് താൻ പണിതതായ ആ ആലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പായി ദൈവം ഈ ആലയത്തെ തൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമായി തിരഞ്ഞെടുത്തു എന്നും ആ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയുടെ ആ പ്രാധാന്യം എന്താണെന്നും ശലോമോനോട് ദൈവം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ദൈവം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. 13-ാം വാക്യം ദേശത്തിന് ഉള്ള സൗഖ്യമില്ലായ്മയാണ്. ഇന്ന് പല ആളുകളും ശരീരത്തിലും അവരുടെ ദേശത്തിലും അവരുടെ ഭവനത്തിലും സൗഖ്യമില്ലായ്മകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു പരിഹാരമാണ് കർത്താവ് പറയുന്നത്. 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഇത് അവരുടെ ആത്മീക ജീവിതമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിന് കാരണം? ഇവിടെ ദൈവം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ജനം എൻ്റെ മുഖം അന്വേഷിക്കണം. ദൈവത്തിൽ നിന്നും ജനം മാറിപ്പോകുമ്പോൾ ഈ ദുരന്തങ്ങൾ അവർക്ക് സംഭവിക്കും. അടുത്തത്, ജനം ദൈവത്തെ വിട്ട് ദുർമാർഗങ്ങളിലേക്ക് തിരിയുമ്പോൾ. ഈ 2 അവസ്ഥകളിലും ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കും. ആകാശത്തെ ദൈവം അടയ്ക്കുന്നു, ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് ദൈവം കൽപ്പിക്കുന്നു. അതുപോലെ ജനത്തിനിടയിൽ മഹാമാരി ദൈവം വരുത്തുന്നു. ഈ സമയത്ത് എന്താണ് നാം ചെയ്യേണ്ടത്? അതാണിവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവജനമല്ലാത്ത ആളുകളെക്കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവനാമം വിളിക്കുന്ന ജനത്തെക്കുറിച്ച്. അവരെന്ത് ചെയ്യണം? അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ അഹംഭാവങ്ങളെല്ലാം അവർ വെടിയണം, അവരുടെ പൊങ്ങച്ചങ്ങളെല്ലാം വെടിയണം, അവരുടെ നിഗളെല്ലാം വെടിയണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോൾ നാം താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നമുക്ക് കൃപ നൽകുന്ന ദൈവമാണ്. എന്ന് മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തണം. 3-ാമത്, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. പലപ്പോഴും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അപ്പോഴും അവരുടെ തെറ്റായ വഴികളിൽ നിന്നും അവർ മാറുന്നില്ല. ദൈവം അത് വളരെ സീരിയസായി കാണുന്നു. ദൈവം പറയുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും
നിങ്ങൾ തിരിഞ്ഞു വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ നോക്കിക്കേ, നമ്മളുടെ ആത്മീക സ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നടക്കുന്നതായ സകല കാര്യങ്ങളും. ദേശത്തുള്ള ക്ഷാമം, ദേശത്തുള്ള വരൾച്ച, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പല കെടുതികളും അത് മാറണമെങ്കിൽ നാം ദൈവത്തിലേക്ക് തിരിഞ്ഞേ മതിയാവുകയുള്ളൂ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വചനത്താൽ സ്പർശിക്കപ്പെട്ട് ജീവിതത്തിൽ ഒരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ കണ്ട് ഉണർന്ന് കർത്താവിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും വിട്ടുതിരിഞ്ഞ് നിന്റെ മുഖം അനുഷ്ഠിച്ച് ഞങ്ങളെ തന്നെ താഴ്ത്തി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.